ഞങ്ങൾ ചന്ദ്രോത്തുനിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടും സിദ്ധുവിനൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ചന്ദ്രോത്ത് വിട്ടു പോവാന്ന് പറഞ്ഞ നമ്മുടെ ജീവൻ ഉപേക്ഷിച്ചു പോകുന്ന പോലല്ലേ സിദ്ധു? എന്നായാലും ഒരിക്കൽ നമ്മൾ ജീവൻ ഉപേക്ഷിച്ചു പോയല്ലേ പറ്റൂ പ്രഭ. അങ്ങനെ ചിന്തിച്ചാലേ ഈ ഘട്ടം അതിജീവിക്കാൻ പറ്റൂ. അതും നേരം. കോളേജിലെ വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സിൽ ഫ്രഞ്ച് ഹിസ്റ്ററിയും നെപ്പോളിയനും പഠിപ്പിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പ്രതാപിയായി യൂറോപ്പിനെ മുഴുവൻ വിറപ്പിച്ച നെപ്പോളിയൻ വാട്ടർലൂവിൽ തോറ്റു. പിന്നീടുള്ള നാടുകടത്തൽ സുന്ദരമായ പാരീസിൽ നിന്നും വിജനമായ സെന്റ് ഹെലന ദ്വീപിൽ കൂടെ വേണ്ടപ്പെട്ട കുറച്ചു പേര് മാത്രം. പഴയ സുന്ദരകാലവും ഓർമ്മിച്ച് വരണ്ട ശൂന്യമായ ദ്വീപിൽ അദ്ദേഹം ദിവസങ്ങൾ ചെലവിട്ടത് പഠിപ്പിക്കുമ്പോ കണ്ണു നിറഞ്ഞു പോകുമായിരുന്നു. ഇവിടെ ഒരു നാടുകടത്തലിന് സമാനമായി ഇറങ്ങിപ്പോക്ക. ബാക്കി ജീവിതത്തിൽ ചന്ദ്രോത്ത പ്രതാപവും ഓർമ്മിച്ച് കഴിയും. കൂടെയുള്ളവർ അവസാനം വരെ ഉണ്ടാവുമെന്നറിയില്ല. ചിലപ്പോ പാതിയിൽ ഉപേക്ഷിച്ചൊന്നും വരാം. കുറ്റം പറയാൻ പറ്റില്ല. ഒരു ജീവിതമല്ലേ ഉള്ളൂ. പ്രഭ, എന്നെ ശപിക്കരുത്. എല്ലാറ്റിന്റെയും കാരണം ഞാനാ. മാപ്പ് തരണം. സിദ്ധു, സിദ്ധു എന്തായി പറയുന്നത്? അതെ, ഞാനാ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കിടപ്പാടയിലുണ്ടാക്കിയത്. പ്ലീസ് സിദ്ധു, അങ്ങനൊന്നും പറയരുത്. ഞാനങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനല്ല, അവിടെ ആരും ചിന്തിക്കില്ല. വിധി, നമുക്ക് വിധി കിടക്കുന്നു സിദ്ധു. അപ്പൊ പിന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ പരാജയമാണ് നമ്മളെ ഈ വേലിക്കെട്ടിന് ഇരുപുറവും ഇങ്ങനെ അകറ്റി നിർത്തിയത്. ഞാൻ കരുതിയിരുന്നത് വിജയിച്ചൊരു ഗ്രഹനാഥനാ ഞാനെന്ന. പക്ഷേ തോറ്റുപോയി ഞാൻ. ആരാ പറഞ്ഞ സിദ്ധു? ആരാ പറഞ്ഞത് സിദ്ധു തോറ്റിട്ടില്ല? തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഈ രീതിയിൽ സംസാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. സോറി പ്രഭ. ദേവിക പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു വിശ്വാസം വരും. ചന്ദ്രോത്തേക്ക് നമ്മൾ മടങ്ങി വരുമെന്ന് ഉറപ്പ് പറയുക ദേവിക. ദേവികയുടെ വാക്കുകൾ കേൾക്കുമ്പോ പ്രതീക്ഷ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോ അതങ്ങ് മാറും. എന്തായാലും ചന്ദ്രോത്തിനോട് യാത്ര പറയണ്ട. വീണ്ടും കാണാമെന്ന് മനസ്സിലുറപ്പിച്ചിറങ്ങിയാ മതി. നമ്മളവിടെ വീണ്ടും ഒത്തുകൂടും. പ്രഭ, താൻ തളരരുത്. നമ്മുടെ മക്കളുടെ കൂടെ താനേ ഉള്ളൂ. ഞാനിതിനകത്ത എന്റെ നന്ദനെ വിഷമിപ്പിക്കാതെ നോക്കണം.